3 കാര്യങ്ങൾ ഒരു മുസ്ലിമായ മനുഷ്യന്റെ മനസ്സിലുണ്ടായാൽ ആ മനുഷ്യന്റെ മനസ്സിലേക്ക് പിന്നെ പകയും വിദ്വേഷവും വെറുപ്പും കടന്നുകൂടുകയില്ല. ആരാ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. എങ്ങനെ നമ്മൾ നന്നാകും, എങ്ങനെ മുസ്ലിം സമുദായം നന്നാകുമെന്നാ പഠിപ്പിക്കുന്നത്. 3 കാര്യങ്ങൾ ഒരു മുസ്ലിമായ മനുഷ്യനിലുണ്ടായാൽ അവന്റെ മനസ്സിലേക്ക് ഒരിക്കലും, റസൂലുള്ളാഹിന്റെ പദം കേട്ടോ, അബദൻ എന്ന, ഒരിക്കലും കടക്കൂല, ഒരിക്കലും കടക്കൂല. നമ്മൾ ഈ പഠിച്ചു വെച്ചോക്കേണ്ട ഈ സ്നേഹം, സമാധാനം, ശാന്തി എന്നൊക്കെ പറയുന്നത് ഏതോ ചില രാഷ്ട്രീയ നായകന്മാരുടെയൊക്കെ ജീവിതത്തിൽ മാത്രം പഠിച്ചു വെച്ചവരാ നമ്മൾ. മുസ്ലിം സമുദായത്തിന്റെ അന്തസ്സ് തന്നെ അതാണോ, സ്നേഹമാണ്. അല്ലേ? നിങ്ങൾ ആലോചിക്കൂ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഏതാ 3 കാര്യങ്ങൾ? ഒന്ന്, ഇഖ്ലാസുൽ അമലി ലില്ലാഹ്. ഞാൻ ആദ്യം പറഞ്ഞ കാര്യം, അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കുക പ്രവർത്തനം. ഏത് പ്രവർത്തനവും, ഭക്ഷണം കഴിക്കുന്നത് പോലും, മുസ്ലിമായ മനുഷ്യൻ ഭക്ഷണം കഴിക്കുന്നത് എന്തിനാ? അള്ളാഹ്ക്ക് വേണ്ടിയാ. എന്റെ വയറിന് വേണ്ടിയല്ല, അള്ളാഹ്ക്ക് വേണ്ടി. കാരണം എന്താ? അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ് മനുഷ്യർ, മുസ്ലിം. ആ ഇബാദത്ത് ചെയ്യാനുള്ള സഹായമാണെന്ത്? ഭക്ഷണം. അതിലും ഇഖ്ലാസ്, അതിലും ഇഖ്ലാസ്. അത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എന്തുമാത്രം സ്നേഹമാണ് റബ്ബുൽ ഇസ്സത്ത് സുബ്ഹാനഹു വ തആലക്ക് നമ്മോട്. അതുകൊണ്ടാണ് ഈ മാതിരി ഒരു സൗകര്യം ചെയ്തു തന്നത്. രണ്ടാമത്തെ കാര്യം, മുനാസഹത്തു ഉലാത്തുൽ അംർ. നേതൃത്വത്തോട് ഗുണകാംക്ഷ വേണം. എന്താ മുനാസഹത്ത് എന്ന് പറഞ്ഞാൽ? ഉപദേശം എന്നാണ്. പരസ്പരമുള്ള ഉപദേശമാണെന്ത്? മുനാസഹത്ത്, നസീഹത്ത്. ഒരു കുടുംബത്തിലെ നേതൃത്വം, ഉലാത്തുൽ അംർ എന്ന് പറഞ്ഞാൽ ഭരണാധികാരികളും മന്ത്രിമാരും ഖലീഫയും പ്രധാനമന്ത്രിയും മാത്രമല്ല. ഒരു കുടുംബമാണെങ്കിൽ ആ കുടുംബത്തിന്റെ നേതൃത്വം വഹിക്കുന്ന ഉപ്പയാകട്ടെ, ജ്യേഷ്ഠനാകട്ടെ, ജ്യേഷ്ഠ സഹോദരനാകട്ടെ, ഉമ്മയാകട്ടെ, ആരാകട്ടെ, അവരോട് നസീഹത്താ വേണ്ടത്, ദേശീയല്ല. എന്താ വാപ്പ അങ്ങനെ ചെയ്യാന്നല്ല മക്കൾ ചോദിക്കണ്ടേ. വാപ്പ അങ്ങനെയല്ലല്ലോ ചെയ്യണ്ടേ, ഇങ്ങനല്ലേ എന്ന് ചോദിക്കണം. അതിനാണ് എന്ത് പറയാ? മുനാസഹത്ത്. അത് കുടുംബത്തിലായാലും. ഒരു റൂമിലാണ് കൂട്ടരെ വെക്കുക, ഒരു റൂമിനൊരു നേതൃത്വം ഉണ്ടാകുമല്ലോ, അതും ഉലാത്തുൽ അംറാണ്. ആ റൂമിന്റെ നേതൃത്വം ചിലപ്പോ തെറ്റ് ചെയ്യും, അവരിന്ന് അബദ്ധം വരും. വാങ്ങാൻ പാടില്ലാത്ത സാധനം അവർ വാങ്ങും, ചെയ്യാൻ പാടില്ലാത്തത് അവർ ചെയ്യും. അപ്പോഴോ അവരോട് നിങ്ങൾ ഇങ്ങനെ ഉറഞ്ഞതുള്ള അല്ല. മുസ്ലിമായ മനുഷ്യൻ നസീഹത്ത് വേണം, അവനോട് ഗുണകാംക്ഷ വേണം. ഗുണകാംക്ഷ എന്ന് പറഞ്ഞാൽ എന്താ? സ്നേഹത്തിന്റെ ഭാഷയിൽ സൗമ്യമായി, രഹസ്യമായി. ഈ ഞാൻ പറഞ്ഞ ഈ 3 വാചകമുണ്ടല്ലോ, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചക, എന്റേതല്ല. സ്നേഹത്തിന്റെ ഭാഷയിൽ സൗമ്യമായി, രഹസ്യമായി, പരസ്യമായല്ല. ആൾക്കാരെ 4 ആളടിയിലിട്ടിട്ട് 4 തെറി പറയണ മോനെ അങ്ങോട്ട് കിട്ടട്ടെ, അല്ലേ? ഇതാണ് മാപ്പിളന്റെ ഭാഷ. മോനെ ഞാനൊന്ന് കാണട്ടെ എന്ന്. നമ്മൾ മാറണം സഹോദര, ഒരുപാട് മാറാനും. നമ്മളെങ്ങാനും മാറിയാൽ അത്ഭുതം സൃഷ്ടിക്കും. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച ഉമ്മത്തിന്റെ കഥ അതല്ലേ? അത്ഭുതം സൃഷ്ടിക്കാൻ കഴിയും. അതാണ് രണ്ടാമത്തെ കാര്യം. അത് ഏത് തരം നേതൃത്വമായാലും നിങ്ങൾ മനസ്സിലാക്കണം. നേതൃത്വത്തെ വെല്ലുവിളിക്കുകയല്ല, അധിക്ഷേപിക്കുകയല്ല, ചൂടാകുകയല്ല, തെറി പറയുകയല്ല, നസീഹത്ത് വേണം. ചിലപ്പോ ചില ആൾക്കാർ ചോദിക്കും, എത്ര കാലാ വാപ്പാനെ ഉപദേശിച്ച് നടക്കുക, അല്ലെ? എത്ര കാലായി നേതൃത്വത്തിൽ, എത്ര കാലം നിനക്ക് ഉപദേശിക്കാൻ സാധിക്കും എന്ന് റബ്ബ് പരിശോധിക്കുകയാണ് നിന്നെ, നിന്റെ ക്ഷമയുടെ ശക്തി. അതല്ല രസം. ചില ആൾക്കാർ പറയാറുണ്ട്, ഈ ഇമ്മാനും ബാപ്പാനും ജ്യേഷ്ഠനും കുടുംബത്തെയും നേതൃത്വത്തെയും മഹല്ല് കമ്മിറ്റിനെയൊക്കെ എത്ര കാലാ ഞാൻ നന്നാക്കാൻ നടക്കാന്ന്. എത്ര കാലം നീ നടക്കുന്ന അള്ളാഹ് പരിശോധിക്കുക. അതാണ് യാ അയ്യുഹല്ലദീന ആമനു ഇസ്ബിറു. അടുത്ത വാചകം അറിയോ? സൂറത്ത് ആൽ ഇംറാനിലെ അവസാനത്തെ ആയത്താ. വസാബിറു. സ്ബിറു എന്നൊക്കെ കഴിയും. രണ്ടാമത്തേത് ശക്തമാണ്. വസാബിറു, ക്ഷമയുടെ മികവാണത്. അത് എത്ര കഴിയും എന്നുള്ള പരിശോധിക്കുക. അതിനാണ് ഈ ദേഷ്യം പിടിപ്പിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കി എന്താ? ഇവൻ നന്നാവില്ല, അതുകൊണ്ട് ഇവന് 4 തെറി അടിച്ചിട്ട് അവന് ശക്തമായാണ് അല്ല. സ്ബിറു വസാബിറു വറാബിതു വത്തഖുല്ലാഹ ലഅല്ലകും തുഫ്ലിഹൂൻ. എത്ര ശക്തമാണ് ആ വാചകം എന്നറിയോ? സൂറത്ത് ആൽ ഇംറാൻ ഒരുപാട് പ്രത്യേകത ഉണ്ട്. ഒരുപാട് കാര്യങ്ങൾ ആൽ ഇംറാനിൽ വിശദീകരിച്ചു. ഒരുപാട് കാര്യങ്ങൾ.
സമൂഹവുമായുള്ള, ജൂതന്മാരുമായുള്ള, ക്രൈസ്തവരുമായി ഒരുപാട് മുസ്ലിം സമൂഹത്തിന്റെ ഒരുപാട് ആഭ്യന്തര കാര്യങ്ങൾ വിശദീകരിച്ച ശേഷം അവസാനം ഈ സമുദായത്തിന് ഒരു മാന്യമായ ഉപദേശം നൽകിക്കൊണ്ടാണ് ആ സൂറത്ത് അവസാനിപ്പിക്കുന്നത്. അതാണിത്. ഇസ്ബിറു, ക്ഷമിച്ചുകൊള്ളുക, വസാബിറു, ക്ഷമയിൽ മികവ് കാണിച്ചുകൊള്ളുക, വറാബിതു, കെട്ടുറപ്പോടുകൂടി നിന്നുകൊള്ളുക. ഏതൊക്കെ കഥാണോ ആലി ഇമ്രാൻ നിങ്ങളൊന്ന് എടുത്ത് വായിച്ചു നോക്കിയില്ലേ? മനോഹരമാണത്. എന്തൊക്കെ തരം മുസ്ലിം സമൂഹത്തിന്റെ പലതരത്തിലുള്ള മുന്നേറ്റത്തെ ശക്തമായി എതിർത്ത ജൂത ക്രൈസ്തവ പുരോഹിതന്മാരോട് മര്യാദ പഠിപ്പിച്ചു സൂറത്ത് ആലി ഇമ്രാൻ. വായിച്ചു നോക്കണം. എന്നിട്ട് മുസ്ലിം സമുദായത്തോട് നൽകുന്ന അവസാനത്തെ ഉപദേശം വത്തഖുല്ലാ, ഈ കോലത്തിൽ അല്ലാഹനെ സൂക്ഷിച്ചോ. ഇതാണ് സൂക്ഷ്മത എന്ന് പറഞ്ഞാൽ. അല്ലാതെ മൂക്കുമ തോണ്ടി വിചാരിച്ച് ദേഷ്യം പിടിച്ചാൽ എന്തല്ല, സൂക്ഷ്മതയല്ല. മൂക്കുമ ചിലപ്പോ തോണ്ടുവാരെങ്കിലും ഒക്കെ, മനസ്സിലായില്ലേ? നമ്മൾ അങ്ങനെയല്ലോ, ഇപ്പൊ തോണ്ടിന്റെ മൂക്കത്ത് തോണ്ടണ്ടെന്ന് പറയാം. തോണ്ടും, നീ എന്ത് ചെയ്യും എന്നുള്ള നോക്കുകയാണ്. തോണ്ടിയാൽ എന്ത് ചെയ്യും? തിരിച്ചു തോണ്ടുവോ? അടിക്കുവോ? ചീത്ത പറയോ? വത്തഖുല്ലാഹ ലഅല്ലക്കും തുഫ്ലിഹൂൻ. എന്താ ഖുർആന്റെ ഒക്കെ ആശയവും അർത്ഥവും നമ്മൾ മനസ്സിലാക്കി നോക്കണ്ടേ? ഈ മുസ്ലിം സമൂഹത്തെ ശക്തിയുള്ള, കെട്ടുറപ്പുള്ള, ഭദ്രമായ, സ്നേഹമുള്ള ഒരു സമൂഹമാക്കി മാറ്റാൻ വിശുദ്ധ ഖുർആൻ ഈ കോലത്തിൽ പഠിക്കുകയും വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്താൽ തന്നെ മതിയാകും. അപ്പൊ സഹോദരങ്ങളെ, അതാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഈ 3 കാര്യങ്ങൾ നമ്മിലുണ്ടായാൽ ഒരിക്കലും നമ്മളെ മനസ്സിൽ പിന്നെ എന്തുണ്ടാവില്ലല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഉണ്ടാവൂ? ഒരിക്കലും ഉണ്ടാവില്ല. അപ്പൊ സഹോദരന്മാരെ, നമ്മൾ അതിനു വേണ്ടി പരിശ്രമിക്കണം. അതാണ് നമുക്ക് 2 കാര്യങ്ങൾ പറഞ്ഞു. മൂന്നാമത്തെ കാര്യം, 2 കാര്യം പറഞ്ഞില്ലേ? മൂന്നാമത്തെ കാര്യം വലുസൂമു ജമാഅത്തുൽ മുസ്ലിമീൻ ഫഇന്ന ദഅവതഹും തുഹീതു മിൻ വറാഇഹിം. മുസ്ലിമീങ്ങളുടെ ജമാഅത്തുമായി ഒരുമിച്ച് നിൽക്കണം. ഭയങ്കരമായ ഒരുപാട് വിശദീകരണം നൽകേണ്ട ഒന്നാണ് വലുസൂമു ജമാഅത്തുൽ മുസ്ലിമീൻ. ഇമാം അഹ്മദ് ധരിച്ച ഹദീസാണ്. ഈ ഹദീസിന് പണ്ഡിതന്മാർ നൽകിയ വിശദീകരണം വലിയ വിശദീകരണമാണ്. എന്താണ് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ? ഞാൻ നേരത്തെ പറഞ്ഞു വുലാത്തുൽ അംർ, നേതൃത്വം എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, നേതൃത്വം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കരുത് എന്ത് ഭരണാധികാരി, മന്ത്രി, രാജാവ്, ഖലീഫ ഒന്നും മനസ്സിലാക്കരുത്. ഏതൊരു ചെറിയ സെറ്റപ്പിനും എന്തുണ്ടാവും? ഒരു നേതൃത്വം ഉണ്ടാവും. അത് തന്നെയാണ് ഏത് ചെറിയ സെറ്റപ്പും ഇവിടെ ജമാഅത്താണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചത് അൽ ജമാഅത്ത് എന്നല്ല, വെറും ജമാഅത്ത് എന്നാണ്. എന്നിട്ടത് മുസ്ലിമീങ്ങളിലേക്ക് ചേർത്ത് പറഞ്ഞു. അപ്പൊ ജമാഅത്തുൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു വിഭാഗം. ആ ഒരു വിഭാഗം ഏതെങ്കിലും കാര്യത്തിന് ഒരുമിച്ച് കൂടിയിട്ടുണ്ടാകും, മുസ്ലിംപ്പെട്ട ഒരു വിഭാഗം. എങ്കിൽ അത് സത്യത്തിന്റെ മാർഗമാണെങ്കിൽ, നന്മയുടെ മാർഗമാണെങ്കിൽ ആ ജമാഅത്തുമായി ഒന്നിച്ചു നിൽക്കുകയാണ് വേണ്ടത്, വേറിട്ട് പോവുകയല്ല. എല്ലാവർക്കും വേറിട്ട് പോകാനാ ഇഷ്ടം. എനിക്കിഷ്ടമുള്ളത് നടക്കൂലെങ്കിൽ ഞാനാണ് പോകുന്ന. എങ്ങോട്ടാ പോണത്? അതൊന്ന് പറയുന്നത്. എങ്ങോട്ടാ പോണത്? എനിക്കിഷ്ടമുള്ളത് ചെയ്തിട്ടില്ലെങ്കിൽ, എന്റെ മനസ്സാഗ്രഹിക്കുന്ന രൂപത്തിലല്ല എങ്കിൽ ഞാൻ അങ്ങോട്ട് വേറിട്ട് പോകുന്ന. എങ്ങോട്ടാ പോണത്? പോയിക്കോളി, ഒരു കുഴപ്പമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് വലുസൂമു ജമാഅത്തുൽ മുസ്ലിമീൻ. എന്നിട്ട് അതിന് കാരണം പറഞ്ഞു കേൾക്കണോ? എന്താ? നിങ്ങളുടെ സംഘടനയുടെ ശക്തി വർദ്ധിപ്പിക്കാനെന്നല്ല. നമ്മളെങ്ങനെ മനസ്സിലാക്കി? ജമാഅത്ത് എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ മനസ്സിൽ സംഘടന, സംഘം എന്നൊക്കെ. ഇതൊന്നുമല്ല ഇത്, അതുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാരണം ഫഇന്ന ദഅവതഹും തുഹീതു മിൻ വറാഇഹിം. എടോ, നീ അറിയാതെ നിന്റെ ജമാഅത്തിൽപ്പെട്ട ആളുകളുടെ ദുആ നിനക്ക് കിട്ടും. ഓ, ആ മനുഷ്യൻ എത്ര നല്ല മനുഷ്യനാന്ന് ഒരുത്തം പറഞ്ഞാൽ പോരെ നമ്മളെ കുടുംബത്തിന്ന്? നിങ്ങൾ ആലോചിച്ചു, ഒരൊറ്റ മനുഷ്യന്റെ വാക്ക് മതിയടോ, ഒരൊറ്റ മനുഷ്യന്റെ വാക്ക് മതി. നമ്മളെ കുടുംബത്തില് നമ്മൾ നന്മ ചെയ്യാനും ഈ രൂപത്തിൽ വിശാല മനസ്കത കാട്ടി പ്രവർത്തിക്കാനും സന്നദ്ധമായാൽ കുടുംബത്തിലെ ഒരുത്തം പറയും, ഓ എന്തോ ഒരു നല്ല മനുഷ്യന്, അവനില്ലെങ്കിൽ ഈ കുടുംബല്ലട്ടോ. പോരെ കൂട്ടരെ, അള്ളാന്റെ അടുത്തേക്ക് എത്ര ശക്തമായ വാക്കാണ് ഉയർന്നു പോയത് നിങ്ങൾക്കറിയോ? നിങ്ങൾ പ്രവർത്തിക്കുന്ന ഗ്രൂപ്പിൽ, സംഘത്തിൽ, സംഘടനയിൽപ്പെട്ട ഒരാൾ നിങ്ങളുടെ പ്രവർത്തനത്തിന്റെ ഇഖ്ലാസ് കൊണ്ടും പ്രവർത്തനത്തിന്റെ വിജയം കൊണ്ടും ശക്തി കൊണ്ടും ഒരു വാചകം ബാറക്കല്ലാഹു ഫീക്, അള്ളാഹു നിങ്ങൾക്ക് ബർക്കത്ത് നൽകട്ടെ, നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന ഒരൊറ്റ വാചകം പോരെ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഫഇന്ന ദഅവതഹും തുഹീതു വറാഅഹും. നിങ്ങൾ അറിയാതെ നിങ്ങളുടെ പിന്നിലൂടെ നിങ്ങളുടെ ജമാഅത്തിൽപ്പെട്ടവരുടെ പ്രാർത്ഥനകൾ നിങ്ങൾക്ക് വരും. നോക്കി സഹോദരങ്ങളെ, ഇതാണ് മുസ്ലിം ഉമ്മത്ത്. ഇത് മനസ്സിലാക്കാൻ നമുക്ക് കഴിയോ? ഇതാണ് ഇഖ്ലാസ് എന്ന് പറയുന്നത്. ഇതൊരുപാട് വിശദീകരിക്കേണ്ടതാണ്. അതുമാത്രം വിശദീകരിച്ചാൽ എനിക്ക് ബാക്കിയുള്ള കാര്യം പറയാൻ കഴിയില്ല. രണ്ടാമത്തെ വിഷയം, ഈ പകയും ദേഷ്യവും വെറുപ്പൊക്കെ ഇല്ലാതാകാൻ
ഇല്ലാതെ ആക്കാൻ, നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കാൻ, വൃത്തിയാക്കാൻ രണ്ടാമത്തെ മാർഗം റിളൽ മുസ്ലിമു അൻ റബ്ബിഹി. മുസ്ലിം റബ്ബിനെ കുറിച്ച് റിള വേണം, തൃപ്തി വേണം. റബ്ബിനെ കുറിച്ച് തൃപ്തി ഇല്ലാത്തതുകൊണ്ടാണ് എന്ത് അയൽവാസിയോട് ദേഷ്യം തോന്നിയത്, വാപ്പാനോട് കോപ്പം തോന്നിയത്, സഹോദരനോട് ദേഷ്യം തോന്നിയത്. എന്താ? ഇത് റബ്ബിന്റെ വിധിയാണ്. റബ്ബ് കണക്കാക്കിയത് സംഭവിക്കും. ഇവന് നമ്മളോട് ദേഷ്യപ്പെടാനാണ് റബ്ബ് കണക്കാക്കിയെങ്കിൽ അത് സംഭവിക്കും. അതിന് നമ്മൾ എന്ത് ചെയ്ത്? തിരിച്ച് ദേഷ്യപ്പെടരുത്. അത് അള്ളാഹുവിന്റെ വിധിയാകുന്നു. ഞാൻ ഇങ്ങനെ ചെയ്യണം, എനിക്കിങ്ങനെ സംഭവിക്കണം, ഇത് റബ്ബിന്റെ വിധിയാകുന്നു. റബ്ബ് വിധിച്ചതിൽ ഞാൻ സന്തോഷിക്കണം. ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി, ഞാൻ ഒരുപാട് തവണ ഉദ്ധരിച്ചതാണ് അദ്ദേഹത്തെ, മഹാനായ പണ്ഡിതനാണ്. അദ്ദേഹത്തിന് മദാരിജുസ് സാലിക്കീൻ എന്ന് പറഞ്ഞ പ്രശസ്തമായ ഒരു ഗ്രന്ഥമുണ്ട്. എല്ലാവരും വായിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം വിശദീകരിക്കുന്നു, അൽ മഖ്സൂദു ബിറിദൽ അബ്ദി അൻ റബ്ബിഹി. അല്ലാഹുവിനെ കുറിച്ച് തന്റെ അടിമ തൃപ്തിപ്പെടണം എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം അല്ലാഹു ഖളാ ആക്കിയതും ഖദറാക്കിയതുമായ മുഴുവൻ കാര്യങ്ങളിലും അവൻ തൃപ്തിയടയുക എന്നതാണ്. അപ്പൊ പിന്നെ എന്തില്ല? നമുക്ക് ആൾക്കാരോട് ദേഷ്യമില്ല, പകയില്ല, വെറുപ്പില്ല. അപ്പൊ അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് തൃപ്തി വേണം. ഇതൊക്കെ ഇതിന്റെയൊക്കെ പിന്നിൽ അള്ളയാണ്. അള്ളാഹു തആല നമ്മളെ പരീക്ഷിക്കുകയാണ്. നമ്മൾ എത്ര ക്ഷമിക്കും? കൂലി തരണ്ടേ? ഇന്നമാ യുവഫ്ഫസ് സ്വാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. ഹിസാബില്ലാതെ കൂലി തരണം. ഹിസാബില്ലാതെ കൂലി തരണമെങ്കിൽ ഹിസാബില്ലാതെ പണിയെടുക്കണം. ഹിസാബില്ലാത്ത ക്ഷമ വേണം. അതാ വേണ്ടത്. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഒരുപക്ഷെ മൂന്നാമത്തെ പറയുമ്പം നമുക്കൊക്കെ തോന്നും ഞാനതൊക്കെ ചെയ്യുന്ന ആളാണല്ലോ. ഒന്നും രണ്ടും ശരിക്കും നമുക്ക് ഇല്ലട്ടോ. നമ്മൾ എന്ത് പറഞ്ഞാലും ഉണ്ടെങ്കിൽ ഇതൊന്നും സംഭവിക്കൂല. മൂന്നാമത്തെ കാര്യം തിലാവത്തുൽ ഖുർആൻ, ഖുർആൻ ഓതണം. അപ്പൊ നിങ്ങൾ പറയും നമ്മൾ ഖുർആനൊക്കെ ഓതലുണ്ട്. ഉണ്ടോ? ഒന്ന് മനസ്സിനോട് ചോദിച്ചു നോക്കി, ഓതണ്ട മാതിരി ഓതലുണ്ടോ? ഉണ്ടെങ്കിൽ സംഭവിക്കൂല. ഖുർആൻ എന്തിനോതും? അത് പറയും. ഖുർആൻ പഠിക്കും. എന്തിനു പഠിക്കും? ഖുർആൻ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി പഠിക്കുവോ? ഖുർആൻ ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടി പാരായണം ചെയ്യുമോ? അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, യാ അയ്യുഹന്നാസ് ഖദ് ജാഅത്കും മൗഇദത്തും മിർ റബ്ബിക്കും വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ. ജനങ്ങളെ, നിങ്ങൾക്കിതാ നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള ഉപദേശം വന്നിരിക്കുന്നു. ഉപദേശം മാത്ര. അടുത്ത വാചകം വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ. നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാറ്റിനും ശിഫയും വന്നിരിക്കുന്നു. ഖുർആൻ എന്താ? മനസ്സിലുള്ള ഇമാതിരി സകലത്തിനും ശിഫയാണ്. മനസ്സിലുള്ള സകലത്തിനും എന്താണ്? ശിഫാഉൻ ലിമാ ഫിസ് സുദൂർ. ഈ പറഞ്ഞതൊക്കെ മനസ്സിലുള്ളതല്ലേ? പക, ദേഷ്യം, വെറുപ്പ്, കോപ്പം, അസൂയ, അവിടുന്നാണ് എല്ലാ സാധനവും വന്നത്. ഇതൊക്കെ മനസ്സിലിങ്ങനെ ഉരുളുന്ന സാധനമാണ്. ഇതൊന്നും പുറത്തെടുത്ത് കാണിക്കാൻ കഴിയില്ലല്ലോ. കൈ മാതിരി കാല് മാതിരി കാണിക്കാൻ പറ്റില്ലല്ലോ.